എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫർ ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി രഹസ്യമായി മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അറിയാവുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പച്ച നിറത്തിലുള്ള ചെടി ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളറിയാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഇന്ന് നോക്കുന്നത്. തീർച്ചയായിട്ടും ആളുകൾ ആ വ്യക്തിയുടെ പിറകെ സഞ്ചരിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നതിനായി പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഈ തേർഡ് പാർട്ടിക്കും അറിയാം, മൂന്നാം കക്ഷിക്കും അറിയാം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ സമാധാനം തകർക്കുക, നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ഭംഗം വരുത്തുക, അതിനുവേണ്ടിയാണ് അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ശ്രമങ്ങളൊന്നും വിജയിക്കില്ല. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അഗാധമാണ്. ഇരുട്ടിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും നിങ്ങളെ വഞ്ചിക്കുന്ന ആ ഒരു സമീപനം ആ വ്യക്തിക്കില്ല. ആരും കാണാത്ത ഇടത്തിൽ പോലും നിങ്ങളെ വഞ്ചിക്കുന്ന സ്വഭാവം ആ വ്യക്തിക്കില്ല. ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൽ നന്മ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ നന്മക്ക് വിഘാതമായ, ആ സത്യത്തിന് വിഘാതമായ ഒരു പ്രവർത്തനവും ആ വ്യക്തി ചെയ്യുകയില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അടുപ്പം കൂടുതൽ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, ആ വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ആളുകളുടെ കുതന്ത്രം മാത്രമാണ് അത്. അല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ശുഭചിന്തയാണ്, നിങ്ങളെക്കുറിച്ച് നല്ല മനസ്സാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ വ്യക്തി പോകുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കേവല സമാധാനം നഷ്ടപ്പെടുത്താനോ ശ്രമിക്കുന്നവരുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും അവർക്ക് സാധ്യമല്ല. അവർ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുമായി നല്ല ബന്ധം ആ വ്യക്തിക്കുണ്ടെന്ന് കാണിക്കാനായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യും. അതുതന്നെയാണ് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് വൈകാരികമായി ഒന്നിനെയും കാണാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ നല്ല മനസ്സ് നിങ്ങൾ അറിയുക. കൃത്യമായി ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തോടെ നിങ്ങൾ പോകേണ്ടതുമാണ്. അങ്ങനെ അവർക്ക് വിജയിക്കാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്നെ ലഭിക്കുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് ഈ ചെടി ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. സാഹചര്യങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാകുമ്പോഴോ നിങ്ങൾക്ക് സാമ്പത്തികമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ മുതലെടുത്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ശ്രമങ്ങൾ. ഇവിടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മറ്റു പോംവഴികളൊന്നുമില്ലാതെ നിങ്ങളുടെ വ്യക്തിക്ക് ചിലരുമായിട്ട് അടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നൊരവസ്ഥ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുന്നു. ചില സാഹചര്യങ്ങൾ മുതലെടുക്കാനായിട്ട് ഈ ആളുകൾ വരുന്നു. അങ്ങനെ അവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നതിൽ നിങ്ങളുടെ വ്യക്തി വീണു പോകുന്നതാണ്. അതിലറിഞ്ഞോ അറിയാതെയൊക്കെ വീണു പോകാം. സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുള്ളപ്പോഴും മാറി വന്ന ചില സാഹചര്യങ്ങൾ ചിലർ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എതിരെ ഉപയോഗിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ വ്യക്തി വീണു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
കൃത്യമായി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മാനസികമായിട്ട് അടുക്കേണ്ടതുണ്ട്. ആ വ്യക്തി ചിലരെ ഭയപ്പെടുകയോ ചിലരെ സ്വാധീനത്തിൽ വീണുപോവുകയോ ചെയ്യുന്നു. അത് മനസ്സ് തുറന്ന് നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ കഴിയും മാനസികമായിട്ട്. ആ വ്യക്തിയെ മറ്റേതോ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുടെ ചില സമ്മർദ്ദമാണ് ആ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത്. ആത്യന്തികമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ചില സാഹചര്യങ്ങൾ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ നിങ്ങളും മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് അകന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടും. കൃത്യമായിട്ട് ഒരുമിച്ച് നിൽക്കുക. തീർച്ചയായിട്ടും എവിടെയാണ് പ്രതിസന്ധി ഉള്ളത് അവിടെ ഒരുമിച്ച് ആ വ്യക്തിയോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. ആത്യന്തികമായ വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കുള്ളൂ. കാരണം വരുന്നവർ താൽക്കാലികമായ ചില പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ കഴിയുന്നുള്ളൂ. ആത്യന്തികമായിട്ട് ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പരമാവധിയും ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൻ്റെ പരമാവധിയും അവർ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുക. നിങ്ങളുടെ വ്യക്തിയെ തിരിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.